നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. സന്തോഷകരമായ വിവാഹ ജീവിതം നയിക്കുകയാണ് നടി നയൻതാരയും സംവിധായകൻ വിഘ്നേഷ് ശിവനും. 2022 വിവാഹിതരായ ഇരുവരും ഇന്ന് മാതാപിതാക്കളാണ്. ഉയർ ഉലഗ് എന്നിങ്ങനെയാണ് മക്കളുടെ പേരുകൾ. കരിയറും കുടുംബവും ജീവിതവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നയൻതാരയും വിഘ്നേഷ് ശിവനും. തെന്നിന്ത്യയിലെ ഏറ്റവും മുൻനിരയുള്ള നായിക നടിയാണ് വിവാഹം ചെയ്ത സമയത്തും ഇപ്പോഴും നയൻതാര. എന്നാൽ ഇത് ഇവരുടെ ബന്ധത്തെ ബാധിച്ചിട്ടില്ല. വിവാഹ ജീവിതത്തെക്കുറിച്ച് വിഘ്നേഷ് ഒരിക്കൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഒരുമിച്ച് സമയം ചെലവഴിക്കുമ്പോൾ എന്റെ ജോലി മാത്രമാണ് ഞാൻ ചെയ്തിരുന്നത്. അവളെ ഡയറക്റ്റ് ചെയ്തു. പിന്നീട് ഞങ്ങൾ രണ്ടുപേർക്കും ഇഷ്ടമായി, സംസാരിച്ച് തുടങ്ങി. പ്രണയത്തിലായ ശേഷം ഷൂട്ടിങ്ങിനിടെ ഞാൻ മാം എന്ന് തന്നെയായിരുന്നു വിളിച്ചിരുന്നത്. പിന്നീട് പ്രണയം പുറത്തറിഞ്ഞപ്പോഴാണ് മാറ്റിയതെന്നും വിഘ്നേഷ് ശിവൻ പറയുന്നുണ്ട്. നയൻതാരയെ പോലെ ഒരു താരത്തിന് എന്നെ ഇഷ്ടമായത് എന്തുകൊണ്ടാണെന്ന് അവൾക്കേ അറിയൂവെന്നും സംവിധായകൻ വ്യക്തമാക്കിയിരുന്നു. ഞങ്ങൾ പൊസസീവ് അല്ല, പ്രാക്ടിക്കൽ ആയിട്ടാണ് ചിന്തിക്കാറുള്ളത്. ഒരു പരിധിക്കപ്പുറം പൊസസീവ്നെസ് പ്രശ്നമാണ്. കൃത്യമായ ബാലൻസ് വേണം. ഞങ്ങൾ തമ്മിൽ ബന്ധത്തിലാണെങ്കിലും നയൻതാരയെ വെച്ച് നായികയാക്കിയും സിനിമയൊക്കെ ചെയ്യാനാകും. വർക്കിനെ അത് ബാധിക്കില്ലെന്നും വിഘ്നേഷ് ശിവൻ മറുപടി നൽകുന്നുണ്ട്. വഴക്കുണ്ടാക്കാൻ മാത്രം സമയം ഞങ്ങൾക്ക് ലഭിക്കാറില്ല. രാവിലെ എണീക്കുന്നത് മുതൽ അത്രയേറെ ജോലികളാണ് ഞങ്ങൾക്കുള്ളത്. സിനിമയുടെ ചർച്ചകൾ നടക്കാറുണ്ട്. ദൈവം സഹായിച്ച് വഴക്കുകൾ ഇതുവരെയും നടന്നിട്ടില്ലെന്നും വിഘ്നേഷ് ശിവൻ വ്യക്തമാക്കുന്നുണ്ട്. തെന്നിന്ത്യയിലെ സൂപ്പർ താരമാണ് നയൻതാര. ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണമാണ് തമിഴകത്ത് നയൻതാരയ്ക്ക് നൽകിയിട്ടുള്ളത്. നയൻതാരയുടെ കരിയറിൽ പൂർണ്ണ പിന്തുണയുമായി ഭർത്താവും സംവിധായകനുമായ വിഘ്നേഷ് ശിവനും കൂടെയുണ്ട്. ഇതിനിടെ ഫാദേഴ്സ് ഡേയിൽ വിഘ്നേഷ് ശിവന് ആശംസകൾ നേർന്ന് നയൻതാര പങ്കുവച്ച കുറിപ്പും ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിയിരുന്നു. ലോകത്തിലെ ഏറ്റവും നല്ല അച്ഛന് ഫാദേഴ്സ് ഡേ ആശംസകൾ എന്നായിരുന്നു നയൻതാര കുറിച്ചത്. ഇരട്ട കുട്ടികളായ ഉയരനും ഉലകത്തിനും ഒപ്പമുള്ള വിഘ്നേഷിന്റെ മനോഹരമായ ചിത്രങ്ങളും നയൻതാര ഇതിനോടൊപ്പം പങ്കുവച്ചിരുന്നു. നമ്മുടെ ആൺമക്കളെ നിങ്ങൾ സ്നേഹിക്കുന്ന രീതി നമ്മുടെ ജീവിതത്തിലെ മനോഹരമായ ഒരു കവിതയാണ്. ലോകത്തിലെ ഏറ്റവും നല്ല അച്ഛന് ഫാദേഴ്സ് ഡേ ആശംസകൾ എന്നായിരുന്നു നയൻതാര കുറിച്ചത്. 9 വർഷത്തെ പ്രണയത്തിന് ശേഷം 2022 ജൂണിലായിരുന്നു നയൻതാരയും വിഘ്നേഷ് ശിവനും വിവാഹിതരായത്. അതേ വർഷം ഒക്ടോബറിൽ വാടക ഗർഭധാരണത്തിലൂടെ ഇരുവർക്കും ഇരട്ട കുഞ്ഞുങ്ങൾ പിറക്കുകയും ചെയ്തു. ഉയര രുദ്രോണി എൻ ശിവനും ഉലഗ് ദേവിക് എൻ ശിവനുമാണ് പേരുകൾ. സിനിമ തിരക്കുകൾക്കിടയിലും മക്കൾക്കൊപ്പം യാത്രകൾ ചെയ്യുവാനും സമയം കണ്ടെത്തുന്ന ദമ്പതികളാണ് നയൻതാരയും വിഘ്നേഷ് ശിവനും. 2003 നയൻതാര തന്റെ കരിയർ ആരംഭിക്കുന്നത്. നയൻതാരയുടെ അഭിനയ ജീവിതം 2 പതിറ്റാണ്ട് എത്തുമ്പോൾ ഇന്ന് താരത്തിന് 223 കോടിയുടെ ആസ്തി ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നയൻതാരയുടെ ബിസിനസ് സംരംഭങ്ങളിലും വിഘ്നേഷ് പങ്കാളിയാണ്. നയൻതാരയും വിഘ്നേഷ് ശിവനും ചേർന്ന് 2021 റൌഡി പിക്ചേഴ്സ് എന്ന നിർമ്മാണ കമ്പനി ആരംഭിച്ചിരുന്നു. കൂഴങ്ങൾ, നെട്രിക്കണ്ണ്, കടക്കാത്ത വാക്കുള്ള 2 കാതൽ എന്നിങ്ങനെയുള്ള ചിത്രങ്ങൾ റൌഡി പിക്ചേഴ്സ് നിർമ്മിച്ചവയാണ്. ഈ കമ്പനിയുടെ ആസ്തി ഏതാണ്ട് 50 കോടിയോളമാണ് വരുന്നത്. 2019 ഡോക്ടർ റിനിത രാജിനൊപ്പം ചേർന്ന് നയൻതാര ദ ലിപ് ബാം കമ്പനി ആരംഭിച്ചിരുന്നു. സ്വന്തമായി സ്കിൻ കെയർ ബ്രാൻഡുള്ള നടിമാരിൽ ഒരാൾ കൂടിയാണ് നയൻതാര. ദീപിക പദുക്കോൺ ആണ് മറ്റൊരാൾ. നയൻതാരയുടെ ലിപ് ബാം കമ്പനി 2021 മുതൽ ബിസിനസ് ആരംഭിച്ചതാണ്. 100ലധികം വ്യത്യസ്ത ലിപ് ബാമുകളായിരുന്നു ഈ കമ്പനി വിപണിയിൽ എത്തിക്കുന്നത്. അടുത്തിടെ നൈസ്കിൻ എന്ന ബ്രാൻഡ് നെയിമിൽ ചർമ്മ സംരക്ഷണ പ്രൊഡക്റ്റുകളും നയൻതാര വിപണിയിൽ എത്തിച്ചിരുന്നു. പ്രശസ്ത ടീ സെല്ലർ സ്നാക്ക് സ്റ്റോർ ബ്രാൻഡായ ചായവാലയിലും നയൻതാരയ്ക്ക് ഓഹരികൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ.